നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിലെ സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ ടീമാണ് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി. നമുക്കറിയാം, ലയണൽ മെസ്സിയാണ് ആദ്യം ഇന്റർ മയാമിയിൽ എത്തിയത്. പിന്നീട് മെസ്സിയുടെ സുഹൃത്തുക്കളായ ജോർദി ആൽബ, സെർജിയോ ബുസ്കറ്റ്സ്, ലൂയിസ് സുവാരസ് എന്നിവരെ സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞു. അതുകൂടാതെ അർജന്റീനയിൽ നിന്നും ഒരുപാട് യുവ പ്രതിഭകളെ ഇന്റർ മയാമി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇന്റർ മയാമിക്ക് 20 വിദേശ താരങ്ങൾക്കുള്ള സ്ലോട്ടുകളാണ് ഉള്ളത്. ആ 20 സ്ലോട്ടുകളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു വിദേശ താരത്തെ കൊണ്ടുവരണമെങ്കിൽ പുതിയ ഒരു സ്ലോട്ട് അവിടെ ആവശ്യമാണ്. MLS-ലെ നിയമപ്രകാരം മറ്റൊരു ക്ലബിൽ നിന്നും പണം നൽകിക്കൊണ്ട് വിദേശ സ്ലോട്ട് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ഇന്റർ മയാമി ഒരിക്കൽ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഒരു വിദേശ സ്ലോട്ട് ഇപ്പോൾ ഇന്റർ മയാമി വാങ്ങിച്ചു കഴിഞ്ഞു. MLS ക്ലബായ മോൺട്രിയൽ FC-യിൽ നിന്നാണ് മയാമി സ്ലോട്ട് വാങ്ങിച്ചിട്ടുള്ളത്. $150,000 നൽകിക്കൊണ്ടാണ് പുതിയ സ്ലോട്ട് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അതിനർത്ഥം പുതിയ ഒരു വിദേശ താരത്തെ കൂടി ഇന്റർ മയാമി ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത്. ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ ഇന്റർ മയാമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലബിന്റെ ഡിഫൻസ് വളരെ വീക്കാണ്, ദയനീയമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ നിരയിലേക്ക് കൂടുതലൊരു മികച്ച താരത്തെ ഇന്റർ മയാമി കൊണ്ടുവന്നേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ട്. അതേസമയം ലൂക്ക മോഡ്രിച്ചുമായി ബന്ധപ്പെട്ട റൂമറുകളും സജീവമാണ്. ഈ സീസണിന് ശേഷം ഫ്രീ ഏജന്റ് ആവുന്ന ലൂക്ക മോഡ്രിച്ചിനെ തന്റെ ക്ലബിലേക്ക് എത്തിക്കാൻ ഉടമസ്ഥനായ ഡേവിഡ് ബെക്കാമിന് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.